ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ +2 എക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്തു നിന്നും ഫോക്കസ് ഏരിയയിൽ പരാമർശിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭാഗമാണിത്. തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. മാർക്കറ്റ് ഇക്വിലിബ്രിയം അഥവാ കമ്പോള സന്തുലിതാവസ്ഥ, ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പായി ചില പോയിന്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഇക്വിലിബ്രിയം എന്നതിൻ്റെ അർത്ഥം? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ബാലൻസ് എന്നർത്ഥം. സന്തുലിതമായിട്ടുള്ള അവസ്ഥ, ഏറ്റക്കുറച്ചിലുകളില്ലാത്ത അവസ്ഥ, അല്ലെ? നേരത്തെ നമ്മൾ വേറെ ടോപ്പിക് പഠിച്ചിരുന്നു, ഡിമാൻഡ്. എന്താ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ഒരു ഉൽപ്പന്നം വാങ്ങാനുള്ള കൺസ്യൂമർക്കുള്ള താല്പര്യം, അതിനെ നമ്മൾ ഡിമാൻഡ് എന്ന് പറയും. ഒരു ഉൽപ്പന്നം ഒരു നിശ്ചിത വിലക്ക് വാങ്ങാനുള്ള കൺസ്യൂമറുടെ ആഗ്രഹം, അതിനെ ഡിമാൻഡ് എന്ന് പറയും. സപ്ലൈ എന്ന് പറഞ്ഞാലോ, നമ്മളെ വിൽപ്പനയ്ക്ക് വേണ്ടി ഓഫർ ചെയ്തിട്ടുള്ള, വിൽപ്പനയ്ക്ക് വേണ്ടി ലഭ്യമായിട്ടുള്ള സാധനത്തിന്റെ അളവിനെ നമുക്ക് സപ്ലൈ എന്ന് പറയാം. വിൽപ്പനയ്ക്ക് വേണ്ടി ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നത്തിന്റെ അളവിനെ നമുക്ക് സപ്ലൈ എന്ന് പറയാം. ഇനി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻ നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പ്രൈസ് വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുന്നു. അഥവാ പ്രൈസും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻ ആണ്, ഇൻവേഴ്സ് റിലേഷൻ ആണ്. എന്നാൽ പ്രൈസും സപ്ലൈയും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ്. പ്രൈസ് വർദ്ധിക്കുമ്പോൾ സപ്ലൈ വർദ്ധിക്കുന്നു, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയുന്നു. ഇതാണ് പ്രൈസും സപ്ലൈയും തമ്മിലുള്ള ബന്ധം. ഇങ്ങനെ ഡിമാൻഡും സപ്ലൈയും വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിൽ വില നിശ്ചയിക്കുന്ന പ്രക്രിയക്ക് നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ട്. ആ പേരാണ് പ്രൈസ് മെക്കാനിസം അഥവാ വില സംവിധാനം. നമ്മളിത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഈ വർഷം 2 ഇടങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിൽ വില നിശ്ചയിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പ്രൈസ് മെക്കാനിസം. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം അഥവാ കമ്പോള സന്തുലിതാവസ്ഥ? ഇത് പറഞ്ഞാല് ഡിമാൻഡും അഥവാ മാർക്കറ്റ് ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന സാഹചര്യത്തിന് പറയുന്ന പേരാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും തുല്യമാകുന്ന സാഹചര്യം. ഒന്നുകൂടി ലളിതമാക്കി പറഞ്ഞാൽ, ജനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നത്തിന്റെ അളവും വിൽപ്പനക്ക് വെച്ച ഉൽപ്പന്നത്തിന്റെ അളവും തുല്യമാകുന്ന സാഹചര്യം, അതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ദ സിറ്റുവേഷൻ അറ്റ് വിച്ച് മാർക്കറ്റ് ഡിമാൻഡ് വിൽ ബി ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ അറ്റ് ഇക്വിലിബ്രിയം. അല്ലെ? ഇവിടെ നമ്മൾ താഴെ ഇക്വേഷൻ രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. QD is equal to QS, അഥവാ ക്വാണ്ടിറ്റി ഡിമാൻഡ് is equal to ക്വാണ്ടിറ്റി സപ്ലൈ. നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന അഥവാ ഡിമാൻഡ് ചെയ്യുന്ന സാധനത്തിന്റെ അളവും വിൽപ്പനക്ക് വെച്ച സാധനത്തിന്റെ അളവും തുല്യമായിരിക്കുന്ന സാഹചര്യം. അല്ലെ? അവിടെ P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ്. അല്ലെ? അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ്, ഒരു നിശ്ചിത വിലക്ക് ഡിമാൻഡ് ചെയ്യുന്ന സാധനത്തിന്റെ അളവും ഒരു നിശ്ചിത വിലക്ക് സപ്ലൈ ചെയ്യുന്ന സാധനത്തിന്റെ അളവും തുല്യമാകുന്ന സാഹചര്യമാണ് ഇക്വിലിബ്രിയം അഥവാ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് അഥവാ സന്തുലിത വില എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന സാഹചര്യത്തെ വിലക്ക് പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന സാഹചര്യത്തിലെ വിലക്ക് പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ദ പ്രൈസ് അറ്റ് വിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ. ആ സമയത്തെ വിലക്ക് നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയാം. ഇനി ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണ്? സന്തുലിത അളവ്. സന്തുലിത വിലക്ക് അഥവാ ഇക്വിലിബ്രിയം പ്രൈസിന് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സാധനങ്ങളെ അല്ലെങ്കിൽ അതിന്റെ അളവിനെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയും. സന്തുലിത വിലക്ക് അഥവാ ഇക്വിലിബ്രിയം പ്രൈസിന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സാധനത്തിന്റെ അളവിനെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അഥവാ സന്തുലിത അളവ് എന്ന് പറയും. നമ്മൾ ഓരോ കൺസെപ്റ്റും പറഞ്ഞു പോവുകയാണ്. ഇതിന്റെ ശരിയായ വിലയിരുത്തൽ നമ്മൾ പിന്നിൽ വരുന്നുണ്ട്. ഈ ഡയഗ്രത്തിലേക്ക് നോക്കൂ. ഈ ഡയഗ്രത്തിന്റെ എക്സ് അക്ഷത്തിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും സപ്ലൈയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. Y അക്ഷത്തിൽ പ്രൈസുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആയിട്ട് വരക്കുന്ന ലൈന് അഥവാ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ലൈനാണ് ഡിമാൻഡ് കർവ്. ഇത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പിംഗ് ഡൗൺവേർഡ് അഥവാ ഇടത്തുനിന്നും വലത്തോട്ട് ചെരിഞ്ഞിറങ്ങുന്നു. ഇനി സപ്ലൈ കർവാണെങ്കിലോ
അതും പ്രൈസും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ്. അപ്പോൾ സപ്ലൈ കർവിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തു നിന്നും വലത്തോട്ട് ചെരിഞ്ഞു കയറുന്ന അഥവാ സ്ലോപ്പിംഗ് അപ്വേർഡ് ലൈൻ ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സപ്ലൈയും ഡിമാൻഡും അത് നമ്മളിവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇവിടെ സപ്ലൈ കർവും ഡിമാൻഡ് കർവും പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്ന, പരസ്പരം ഗണ്ണിക്കുന്ന ഭാഗത്തെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ഡിമാൻഡും സപ്ലൈയും പരസ്പരം ഗണ്ണിക്കുന്ന പോയിന്റിനെ ഇക്വിലിബ്രിയം അഥവാ സന്തുലിതാവസ്ഥ എന്ന് പറയും. അതിന് നേരെയുള്ള പ്രൈസിന് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയും. അഥവാ ഇക്വിലിബ്രിയം പോയിന്റിന് നേരെയുള്ള പ്രൈസിന് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയും. അതിന് നേരെയുള്ള ക്വാണ്ടിറ്റിക്ക് നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയും. ഇക്വിലിബ്രിയം പോയിന്റിന് നേരെ താഴെയുള്ള ക്വാണ്ടിറ്റി അഥവാ അളവിന് നമ്മൾ പറയുന്നത്, ഡിമാൻഡ് ചെയ്യുന്ന അളവിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന അളവിന് പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അത് നമ്മൾ ക്യൂ എന്ന അക്ഷരം കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം പ്രൈസ് പി എന്ന അക്ഷരം കൊണ്ട് ഇനി എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും അഥവാ അധിക ഡിമാൻഡും അധിക സപ്ലൈയും എന്താണെന്ന് നോക്കാം. അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സന്തുലിതാവസ്ഥ എന്താണ്? ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന സാഹചര്യം. എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് സപ്ലൈയേക്കാൾ കൂടുന്ന സാഹചര്യമാണ്. അഥവാ ഡിമാൻഡ് സപ്ലൈയേക്കാൾ കൂടുന്ന സാഹചര്യത്തിനാണ് നമ്മൾ എക്സസ് ഡിമാൻഡ് എന്ന് പറയുക. എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാലോ സപ്ലൈ ഡിമാൻഡിനേക്കാൾ കൂടുന്ന സാഹചര്യം, അഥവാ മാർക്കറ്റ് സപ്ലൈ മാർക്കറ്റ് ഡിമാൻഡിനേക്കാൾ കൂടുന്ന സാഹചര്യത്തിന് എക്സസ് സപ്ലൈ എന്ന് പറയും. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇതിനകത്ത് സാധാരണഗതിയിൽ ഒരു ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. അതിൽ പ്രൈസ് ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഉണ്ട്, അല്ലേ? അതേസമയം ഡിമാൻഡ് ഷെഡ്യൂൾ, സപ്ലൈ ഷെഡ്യൂൾ ഇത് രണ്ടും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് നമുക്ക് 10 മുതൽ 50 വരെയുള്ള പ്രൈസ് ആണ് തന്നിട്ടുള്ളത്. അതിന് അനുസൃതമായിട്ടുള്ള ഡിമാൻഡ് ശ്രദ്ധിച്ചു നോക്കൂ. പ്രൈസ് ഏറ്റവും കുറഞ്ഞ വിലക്ക് കൂടിയ ഡിമാൻഡാണ്, അഥവാ ഡിമാൻഡ് 700 ആണ്. വില കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുന്നു, അല്ലേ? വില 10 ആയപ്പോൾ 700 ആയിരുന്നു, 20 ആയപ്പോൾ 600 ആയി, ദെൻ 30 ആയപ്പോൾ 500 ആയി, അങ്ങനെ അവസാനം 50 അത് 300 കുറഞ്ഞു. അഥവാ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുന്നു. അതാണ് തത്വം. അതാണ് ഡിമാൻഡ് നിയമം എന്ന് പറയുന്നത്. ഇനി സപ്ലൈയുടെ കാര്യം എടുത്തു നോക്കൂ. സപ്ലൈയുടെ നിയമം എന്താണ്? വില കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടണം, അല്ലേ? ഇപ്പോൾ വില ഏറ്റവും കുറഞ്ഞ വില 10 രൂപയായപ്പോൾ സപ്ലൈ 300 ആണ്. അതേസമയം പ്രൈസ് 20 എത്തിയപ്പോൾ 400 ആയി. അങ്ങനെ കൂടി പ്രൈസ് 50 എത്തിയപ്പോൾ സപ്ലൈ 700 ആയി. അഥവാ നമ്മളിവിടെ മനസ്സിലാക്കിയത് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കൂടുന്നു. പ്രൈസും സപ്ലൈയും പോസിറ്റീവ് റിലേഷൻ, പ്രൈസും ഡിമാൻഡും നെഗറ്റീവ് റിലേഷൻ. ഇവിടെ 30 എന്ന വിലയിലെത്തിയപ്പോൾ ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്നുണ്ട്. 30 എന്ന വിലക്ക് ഡിമാൻഡും സപ്ലൈയും തുല്യമാണ്. ഈ സാഹചര്യത്തെ നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയാം. അഥവാ ഡിമാൻഡും സപ്ലൈയും തുല്യമാക്കുന്ന ഒരു പ്രൈസിനാണല്ലോ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞത്. ആ സാഹചര്യത്തിൽ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ വാങ്ങിക്കുന്ന അളവ്, സപ്ലൈ ചെയ്യുന്ന അളവും 500 ആണ്, ഡിമാൻഡ് ചെയ്യുന്ന അളവും 500 ആണ്. അപ്പൊ അവിടെ നമുക്ക് പറയാം ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, അല്ലേ? അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസും വളരെ വ്യക്തമാണ്. 30 ആണ് ഇക്വിലിബ്രിയം പ്രൈസ്, അതിന് ഡിമാൻഡ് ചെയ്യുന്ന അളവ് 500 ആണ്, സപ്ലൈ ചെയ്യുന്ന അളവും 500 ആണ്. അപ്പൊ 500 ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇനി നമ്മൾ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഈ ഇക്വിലിബ്രിയം പ്രൈസിന്റെ മുകളിലുള്ള ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിശ്ചിത വിലക്ക് 10 രൂപയ്ക്ക് സപ്ലൈ ചെയ്യുന്ന അളവ് 300 ആണ്, അതേസമയം ഡിമാൻഡ് ചെയ്യുന്ന അളവ് 700 ആണ്. അവിടെ എക്സസ് ഡിമാൻഡാണ്, അധിക ഡിമാൻഡാണ്. സപ്ലൈയേക്കാൾ ഡിമാൻഡ് കൂടുന്ന സാഹചര്യമാണ്. 20 രൂപന്റെ കാര്യം എടുത്തു നോക്കൂ. അവിടെ ഡിമാൻഡ് 600 ആണ്, സപ്ലൈ 400 ആണ്. അഥവാ സപ്ലൈയേക്കാൾ ഡിമാൻഡ് കൂടുന്ന സാഹചര്യം, അവിടെ എക്സസ് ഡിമാൻഡാണ്. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻ താഴത്തേക്ക് വരാം. 40 രൂപക്ക് ഡിമാൻഡ് ചെയ്യുന്ന അളവ് 400, സപ്ലൈ ചെയ്യുന്ന അളവ് 600. അഥവാ അവിടെ എക്സസ് സപ്ലൈ ആണ്, അഥവാ ഡിമാൻഡിനേക്കാൾ സപ്ലൈ കൂടുന്ന സാഹചര്യം. 50 എത്തിയപ്പോൾ അവിടെ ഡിമാൻഡ് 300 ആണ്, സപ്ലൈ 700 ആണ്.
അഥവാ ഡിമാൻഡിനേക്കാൾ സപ്ലൈ കൂടുന്ന സാഹചര്യം. അപ്പോൾ ഈ സാഹചര്യത്തെ പറയുന്ന പേരാണ് എക്സസ് സപ്ലൈ. സപ്ലൈ ഡിമാൻഡിനേക്കാൾ കൂടുന്ന സാഹചര്യം. അപ്പോൾ ഈ ടേബിളിൽ പറഞ്ഞ കാര്യം ഒരു ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് എക്സ് അക്ഷത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിമാൻഡും സപ്ലൈയും അഥവാ ക്വാണ്ടിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈ അക്ഷത്തിൽ പ്രൈസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസിന്റെ കുളത്തിൽ പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ വൈ അക്ഷത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സപ്ലൈയുടെയും അതുപോലെ ഡിമാൻഡിന്റെയും കോളത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ് അക്ഷത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന പോയിന്റാണ്. ഇ എന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്ന 500 ആണ്. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 30 ആണ്. ഇനി അതിന്റെ മുകളിലേക്ക് നോക്കൂ. ഇക്വിലിബ്രിയം പോയിന്റിന് നേരെ മുകളിലുള്ള ഭാഗം അഥവാ സപ്ലൈ കർവ് വൈഡായിട്ട് നിൽക്കുന്നു ഡിമാൻഡിനേക്കാൾ. അതിന്റെ അർത്ഥം സപ്ലൈ ഡിമാൻഡിനേക്കാൾ കൂടുതലാണ്. സപ്ലൈ ഡിമാൻഡിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇവിടെ നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്ക് എക്സസ് സപ്ലൈ എന്ന് പറയാം. അഥവാ പ്രൈസ് 40 എക്സസ് സപ്ലൈ ആണ്. ഇനി താഴത്തേക്ക് നോക്കൂ. ഇക്വിലിബ്രിയം കണ്ടീഷൻ താഴത്തേക്ക് നോക്കൂ. പ്രൈസ് 20 ആണെങ്കിൽ സപ്ലൈയുടെ കർവ് വളരെ അടുത്ത് നിൽക്കുന്നു, അതേസമയം ഡിമാൻഡ് വൈഡായിട്ട് നിൽക്കുന്നു. അതിനർത്ഥം എന്താണ്? സപ്ലൈയേക്കാൾ കൂടുതലാണ് ഡിമാൻഡ്. സപ്ലൈയേക്കാൾ കൂടുതലാണ് ഡിമാൻഡ്. ഇതിനെ നമുക്ക് എക്സസ് ഡിമാൻഡ് എന്ന് പറയാം. ഇവിടെ ഡിമാൻഡ് കൂടുതലാണ്, എക്സസ് ഡിമാൻഡ്. മുകളിലാണെങ്കിലോ ഈ എക്സസ് സപ്ലൈ ആണ്. അത് ഏറ്റവും സെൻട്രൽ പോയിന്റിൽ അഥവാ ഡിമാൻഡും സപ്ലൈയും തുല്യമാവുന്ന പോയിന്റ് ഇക്വിലിബ്രിയം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് വരുന്നത്. ഈ പ്രോബ്ലം പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, ഇനി ചോദിക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഇത് അറിയണമെങ്കിൽ 2 കാര്യങ്ങൾ ആദ്യമേ ഓർത്ത് വെക്കണം. ഒന്ന് ഡിമാൻഡ് ഫംഗ്ഷൻ, രണ്ടാമത്തെ സപ്ലൈ ഫംഗ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. QD = A - BP എന്ന ഫോർമാറ്റിലുള്ള ഒരു ഫംഗ്ഷനാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. QD = A - BP. അതൊരു നെഗറ്റീവ് ഫംഗ്ഷനാണ് അല്ലേ, ഒരു മൈനസ് ഫംഗ്ഷനാണ്. അത് ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള വിപരീത ബന്ധത്തെ അഥവാ നെഗറ്റീവ് റിലേഷനെ സൂചിപ്പിക്കുന്നു. ഇനി സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. QS = A + BP. മൈനസിന് പകരം ഇവിടെ പ്ലസ് ആണ്. അതിന് കാരണം എന്താണ്? പ്രൈസും സപ്ലൈയും തമ്മിലുള്ള പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ നെഗറ്റീവ് റിലേഷൻഷിപ്പ് കാണിക്കുന്നു, സപ്ലൈ ഫംഗ്ഷൻ പോസിറ്റീവ് റിലേഷൻഷിപ്പ് കാണിക്കുന്നു. നമ്മൾ ഇവിടെ ഇത് അറിയുന്നതിന് കാരണം ഈ രൂപത്തിലാണ് നമുക്ക് ഡാറ്റ തരുന്നത് പ്രോബ്ലം ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. QD = 100 - P. അതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. QS = 20 + P. ഇത് നമുക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയും. QS എന്ന് പറഞ്ഞാൽ സപ്ലൈ ഫംഗ്ഷൻ അഥവാ ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഇത് 20 + P. ഇങ്ങനെ 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്നത് നമ്മൾ കണ്ടെത്തേണ്ടത് ഇക്വിലിബ്രിയം പ്രൈസ് കാണണം, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണണം. ഇക്വിലിബ്രിയം പ്രൈസും കാണണം, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കാണണം. അപ്പോൾ നമുക്ക് അതിന്റെ സൊല്യൂഷനിലേക്ക് വരാം. ഇക്വിലിബ്രിയത്തിൽ എന്താണ് അവസ്ഥ? ഡിമാൻഡും സപ്ലൈയും തുല്യമായിരിക്കും. അഥവാ ക്വാണ്ടിറ്റി സപ്ലൈയും ക്വാണ്ടിറ്റി ഡിമാൻഡും തുല്യമായിരിക്കും. അതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇനി പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിലേക്ക് വരാം. ക്വാണ്ടിറ്റി സപ്ലൈക്ക് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടില്ലേ, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടില്ലേ. ഇത് രണ്ടും കൊണ്ടുവരാം. QSന് പകരം അതിന്റെ ഇക്വേഷൻ 20 + P അതിങ്ങോട്ട് എടുത്തെഴുതി. അതുപോലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് പകരം അതിന്റെ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്തെഴുതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. 20 + P = 100 - P. ഓക്കെ, അത് രണ്ടും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. QSന് പകരം അതിന്റെ ഇക്വേഷൻ, QDക്ക് പകരം അതിന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ പ്രൈസിനെ ഇടത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ക്വാണ്ടിറ്റി വലത്തെ സൈഡിലേക്ക് പോയി. സ്വാഭാവികമായിട്ടും പ്രൈസിനെ ഇടത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ 2P ആയി അല്ലേ. 20 + P 100 - P 2P ആണ്. സോ അവിടെ 2P എന്ന് കിട്ടി അല്ലേ. 100 - 20 എന്ന് പറയുമ്പോൾ അവിടെ 80 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് ഈ 2P = 80 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2 ഇക്വിലിബ്രിയം പ്രൈസിന് തുല്യമാണ് 80. 2 ഇക്വിലിബ്രിയം പ്രൈസിന് തുല്യമാണ് 80. അപ്പൊ ഇനി ഇക്വിലിബ്രിയം പ്രൈസ് കാണണമെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? ഈ 80നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കണം. 80നെ 2 കൊണ്ട് ഹരിച്ചു. സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 40. അതിന്റെ അർത്ഥം എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആൻസർ 40 ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയോ അത് കാണാൻ നോക്കാം. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം ഡിമാൻഡും കാണണം, ഇക്വിലിബ്രിയം സപ്ലൈയും കാണണം അല്ലേ. അതിനായിട്ട് നമ്മൾ വീണ്ടും ആ ഇക്വേഷൻ എടുത്തെഴുതുന്നു. QD = 100 - P എന്ന ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്തെഴുതി. അവിടെ വാല്യൂ കൊടുത്തു അല്ലേ. P എന്താണെന്ന് നമുക്കറിയാം. P എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പ്രൈസ് എന്നാണ് അല്ലേ. അപ്പൊ 100 - P എന്ന് പറഞ്ഞാൽ 100 - 40 = നമുക്ക് ആൻസർ കിട്ടി 60. അപ്പൊ ഇക്വിലിബ്രിയം ഡിമാൻഡ് എന്ന് പറയുന്നത് 60 ആണ്. ഇനി ഇക്വിലിബ്രിയം സപ്ലൈ എടുത്തു നോക്കാം.
അതിന് വേണ്ടിയിട്ട് ഇക്വിലിബ്രിയം സപ്ലൈയുടെ ഇക്വേഷൻ, ക്വാണ്ടിറ്റി സപ്ലൈയുടെ ഇക്വേഷൻ നമ്മൾ എടുത്ത് എഴുതുന്നു. ക്വാണ്ടിറ്റി സപ്ലൈ ഇസ് ഈക്വൽ ടു 20 പ്ലസ് പി എന്ന ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതി അല്ലേ. ഇവിടെ പിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇക്വിലിബ്രിയം പ്രൈസാണ് കൊടുക്കുന്നത്, അഥവാ 40 കൊടുക്കുന്നത്. ഇപ്പൊ 20 പ്ലസ് 40 ഇസ് ഈക്വൽ ടു 60. നമുക്ക് ആൻസർ എത്ര കിട്ടി? 60. നിങ്ങൾ നോക്കൂ, ഇക്വിലിബ്രിയം ഡിമാൻഡും 60, ഇക്വിലിബ്രിയം സപ്ലൈയും 60. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 60, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് 40. ഇങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം പഠിച്ചു, ഇക്വിലിബ്രിയം കണ്ടീഷൻ പഠിച്ചു, ഇക്വിലിബ്രിയം പ്രൈസ് പഠിച്ചു, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി പഠിച്ചു. ഇതൊക്കെ നിത്യജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കുന്നു? ഇവയുടെ ആപ്ലിക്കേഷൻ എന്താണ്? ഇതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഗവൺമെന്റിന്റെ വില നിർണ്ണയത്തിലുള്ള ഇടപെടലാണ്, പ്രൈസ് ഡിറ്റർമിനേഷനുള്ള ഗവൺമെന്റ് ഇടപെടലാണ് നമ്മൾ നോക്കുന്നത്. ഗവൺമെന്റ് 2 രീതിയിൽ വില നിർണ്ണയത്തിൽ ഇടപെടാറുണ്ട്. ഡിമാൻഡ് സപ്ലൈ മാത്രമല്ല വില നിശ്ചയിക്കുന്നത്, ഗവൺമെന്റ് കൂടി വില നിശ്ചയിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തത് പ്രൈസ് സീലിംഗ് അഥവാ വില പരിധി, രണ്ടാമത് പ്രൈസ് ഫ്ലോർ അഥവാ തറവില, താങ്ങുവില, സപ്പോർട്ട് പ്രൈസ് എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് പ്രൈസ് സീലിംഗ്? അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ കൺസ്യൂമേഴ്സ് ആണ്. സാധാരണയായിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കൺസ്യൂമേഴ്സിന് നിത്യവിഭവങ്ങൾ വളരെ കുറഞ്ഞ വിലക്ക് മാർക്കറ്റ് നിശ്ചയിച്ച വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് ഗവൺമെന്റ് കൊടുക്കാറുണ്ട്. ഈ ഒരു പരിസരത്ത് നിന്ന് പ്രൈസ് സീലിംഗിനെ നമുക്ക് മനസ്സിലാക്കാം. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഫിക്സസ് എ പ്രൈസ് ലെസ് ദാൻ ദ മാർക്കറ്റ് പ്രൈസ്. നിലവിൽ കമ്പോളത്തിലുള്ള വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് ഗവൺമെന്റ് സാധനങ്ങൾക്ക് വില നിശ്ചയിക്കുമ്പോൾ അതിനെ പ്രൈസ് സീലിംഗ് എന്ന് പറയും. നിലവില് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് സാധനങ്ങൾക്ക് ഗവൺമെന്റ് വില നിശ്ചയിക്കുമ്പോൾ അതിനെ പ്രൈസ് സീലിംഗ് എന്ന് പറയാം അല്ലെ. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വില ഗവൺമെന്റ് നിശ്ചയിക്കുക അല്ലെ. ഇത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. സാധാരണക്കാരായ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്നത്. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. റേഷൻ ഷോപ്പിലൂടെയും മറ്റും നമുക്ക് ഭക്ഷ്യധാന്യങ്ങളും മറ്റും നൽകാറില്ലേ? അത് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലക്കല്ലേ? ശരിക്കും ഇതാണ് പ്രൈസ് സീലിംഗ്. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് റേഷൻ ഷോപ്പിലൂടെയും മറ്റൊക്കെ നമുക്ക് സാധനങ്ങൾ നൽകുന്നു, അതാണ് പ്രൈസ് സീലിംഗ്. അതുപോലെ LPG സിലിണ്ടർ ലഭിക്കാറുണ്ട്. മാർക്കറ്റ് വില 1000 മുകളിലാണെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് നമുക്ക് LPG സിലിണ്ടർ ലഭിക്കുന്നു, അതാണ് പ്രൈസ് സീലിംഗ്. ഒരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി പ്രൈസ് സീലിംഗ് എന്ന ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനുവേണ്ടി ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ കാണിക്കുന്ന ഒരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഡിമാൻഡ് കർവുണ്ട്, സപ്ലൈ കർവുണ്ട്. അതുപോലെ തന്നെ X അക്ഷത്തിൽ ഡിമാൻഡും സപ്ലൈയും കാണിച്ചിരിക്കുന്നു, Y അക്ഷത്തിൽ പ്രൈസ് കാണിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് EP ആണ്. EP എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പ്രൈസ്, EQ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അത് നിങ്ങൾക്ക് അറിയാലോ. ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന സന്ദർഭത്തിലെ പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ്. അത് തുല്യമാകുന്ന സമയത്തെ ക്വാണ്ടിറ്റിയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇനി പറയുന്നത് ശ്രദ്ധിക്കാം. ഗവൺമെന്റ് വില നിശ്ചയിക്കുന്നു, അതിന് നമ്മളിവിടെ P എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വില മാർക്കറ്റ് വിലയേക്കാൾ, മാർക്കറ്റ് വിലക്ക് തന്നെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം പ്രൈസിനാണ് മാർക്കറ്റ് വില എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയാണ് ഗ്രീൻ ലൈനിൽ കാണിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കൂ, മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയാണ് ഗവൺമെന്റ് നിശ്ചയിക്കുന്നത്. എന്താണ് അതിന്റെ റിസൾട്ട്? മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വില അഥവാ P നിശ്ചയിച്ചു. അതിന്റെ റിസൾട്ട് ഒന്ന് ശ്രദ്ധിക്കൂ. ഡിമാൻഡ് വർദ്ധിച്ചു അല്ലെ. വില കുറവാണെങ്കിൽ ഡിമാൻഡ് വർദ്ധിക്കുമല്ലോ. അഥവാ ഡിമാൻഡ് ഇപ്പൊ എന്തായി? നേരത്തേക്കാൾ കൂടുതലായിട്ട് EQ എന്നതിൽ നിന്നും Q2 എന്നതിലേക്ക് വർദ്ധിച്ചു. ഡിമാൻഡ് EQ എന്നതിൽ നിന്നും Q2 എന്നതിലേക്ക് വർദ്ധിച്ചു. ശ്രദ്ധിച്ചു നോക്കൂ. അതേപോലെ സപ്ലൈ എന്ന് പറയുന്നത്, ആ സാധനങ്ങളുടെ ലഭ്യത എന്ന് പറയുന്നത് EQയിൽ നിന്നും Q1ലേക്ക് കുറഞ്ഞു. EQയിൽ നിന്നും Q1ലേക്ക് കുറഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രൈസ് സീലിംഗ് നടപ്പാക്കുമ്പോൾ അത് എക്സസ് ഡിമാൻഡിലേക്ക് നയിക്കുന്നു, അധിക ഡിമാൻഡിലേക്ക് നയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണിത്. എക്സസ് ഡിമാൻഡിലേക്ക് നയിക്കുന്നു. ഡിമാൻഡ് കുറച്ച് അധികമാകുന്നു, അതിനനുസരിച്ച് സാധനം കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. നമ്മൾ ഓർത്ത് നോക്കാമല്ലോ, റേഷൻ ഷോപ്പിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടുമോ? ഇല്ല. അതേസമയം അതിന് നമുക്കൊരു പരിധിയുണ്ട് അല്ലേ. അപ്പോൾ ഡിമാൻഡ് കൂടുതലായിരിക്കും, അതിനുള്ള സപ്ലൈ കുറവായിരിക്കും. ഈ എക്സസ് ഡിമാൻഡ് സൃഷ്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സിറ്റുവേഷൻ ആണ് റേഷനിങ് എന്ന് പറയും അല്ലെ. ഒന്നാമത്തെ സിറ്റുവേഷൻ ആണ് റേഷനിങ്. എക്സസ് ഡിമാൻഡ് ഉണ്ടാകുമ്പോഴാണ് റേഷനിങ് വരുന്നത്. സാധനങ്ങൾക്ക് ഒരു റേഷൻ തോതിൽ കൊടുക്കുക അല്ലെങ്കിൽ പരിധി നിശ്ചയിച്ച് കൊടുക്കുക എന്നുള്ളതാണല്ലേ. മറ്റൊന്ന് ബ്ലാക്ക് മാർക്കറ്റിംഗ് അല്ലെ. റേഷനിങ് പോലെ തന്നെ
ഈ വില പരിധി നിശ്ചയിക്കുമ്പോൾ, പ്രൈസ് സീലിംഗ് നിശ്ചയിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ബ്ലാക്ക് മാർക്കറ്റിംഗ് അഥവാ കരിഞ്ചന്ത, അല്ലെ? അതേസമയം ഈ ഗവൺമെന്റ് നിശ്ചയിച്ച സാധനങ്ങൾ വളരെ ഉയർന്ന വിലക്ക് കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള സാധ്യതയുണ്ട്, ബ്ലാക്ക് മാർക്കറ്റിംഗിലേക്ക് നയിക്കാം. അതുപോലെ ഡുവൽ മാർക്കറ്റിംഗ്, ഇരട്ട മാർക്കറ്റിംഗും വരാം. എന്താ ഡുവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഒരേ സമയം ഗവൺമെന്റ് നിശ്ചയിച്ച വിലക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ, അതായത് റേഷൻ ഷോപ്പുകളുടെയും മാവൽ സ്റ്റോറുകളുടെയും വിൽക്കുന്നു. അതേസമയം പൊതു മാർക്കറ്റില് മാർക്കറ്റ് തീരുമാനിച്ച വിലക്കും വിൽക്കുന്നു. ഒരേ സമയം നമുക്ക് രണ്ട് രീതിയിലും ലഭ്യമാകും. അതാണ് ഡുവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. മാർക്കറ്റ് നിശ്ചയിച്ച വിലക്ക് ഓപ്പൺ മാർക്കറ്റിൽ സാധനങ്ങൾ കിട്ടും. ഗവൺമെന്റ് നിശ്ചയിച്ച വിലക്ക് ഗവൺമെന്റിന്റെ ഔട്ട്ലെറ്റുകളുടെ അഥവാ റേഷൻ ഷോപ്പുകളിലൂടെയും മൊബൈൽ സ്റ്റോറുകളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കും. അതാണ് ഡുവൽ മാർക്കറ്റിംഗ്. ഇത് ഉണ്ടാക്കുന്ന മറ്റൊരു സിറ്റുവേഷനാണ് ഹ്യൂജ് ഫിനാൻഷ്യൽ ബർഡൻ ടു ഗവൺമെന്റ്. ഗവൺമെന്റിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രൈസ് സീലിംഗിന്റെ വലിയൊരു പ്രശ്നം. ഒരുപാട് പേർക്ക് സബ്സിഡി കൊടുക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത ഗവൺമെന്റ് ഉണ്ടാവും. അപ്പോൾ പ്രൈസ് സീലിംഗ് ഉണ്ടാക്കുന്ന ഒരു 4 സിറ്റുവേഷനാണ്. ഒന്ന്, റേഷൻ സമ്പ്രദായം വരുന്നു. ബ്ലാക്ക് മാർക്കറ്റിംഗ് അഥവാ കരിഞ്ചന്ത ഉണ്ടാകുന്നു. അതുപോലെ ഡുവൽ മാർക്കറ്റിംഗ്, ഇരട്ട മാർക്കറ്റിംഗ് ഉണ്ടാകുന്നു. അതുപോലെ ഗവൺമെന്റിന് വലിയ സാമ്പത്തിക ബാധ്യതയും ഭാരവും ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് ഫ്ലോർ പ്രൈസ് അഥവാ തറവില അല്ലെങ്കിൽ സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില എന്താണെന്ന് നോക്കാം. ഫ്ലോർ പ്രൈസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് പ്രൈസ് എന്ന് പറയാറുണ്ട്. ഇത് പ്രധാനമായിട്ടും കർഷക തൊഴിലാളികളെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിനെ, ഉൽപാദകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വില രീതിയാണ്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Is the price fixed by government above the market determined price? മാർക്കറ്റ് തീരുമാനിച്ച വിലയേക്കാൾ ഉയർന്ന വില സാധന സേവനങ്ങൾക്ക് ഗവൺമെന്റ് നിശ്ചയിക്കുമ്പോൾ അതിനെയാണ് ഫ്ലോർ പ്രൈസ് എന്ന് പറയുക. മാർക്കറ്റ് തീരുമാനിച്ച അല്ലെങ്കിൽ നിശ്ചയിച്ച വിലയേക്കാൾ കൂടുതൽ ഗവൺമെന്റ് സാധനങ്ങൾക്ക് നിശ്ചയിക്കുക. പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കർഷകരെ അല്ലെങ്കിൽ കാർഷികോൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ റബ്ബർ സംഭരിച്ചു വെക്കാറുണ്ട് സർക്കാർ. അത് മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്നതാണ്. ആ വിലക്ക് സർക്കാർ വാങ്ങി സംഭരിച്ചു വെക്കുന്നു കർഷകരെ സഹായിക്കാൻ. നെൽകൃഷിയും അതുപോലെ തന്നെ തേങ്ങ പോലുള്ള സാധനങ്ങളൊക്കെ ഗവൺമെന്റ് മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന വില നൽകി സംഭരിച്ചു വെക്കുന്നു, അല്ലെ? ഇങ്ങനെ ചെയ്താലുള്ള ഒരു റിസൾട്ട് എന്താണ്? ഇറ്റ് ലീഡ്സ് ടു എക്സസ് സപ്ലൈ. അമിതമായിട്ടുള്ള സപ്ലൈയിലേക്ക് അത് നയിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഉയർന്ന വില കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അവിടേക്ക് കൂടുതൽ സപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സപ്ലൈ കൂടാൻ സാധ്യതയുണ്ട്. എക്സസ് സപ്ലൈയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം, നമ്മൾ ഉയർന്ന വിലക്കാണ് സംഭരിച്ചു വെക്കുന്നതെങ്കിൽ അവിടെ വില കൂടിയ സാഹചര്യമാണല്ലോ. അത്തരം സാഹചര്യത്തിൽ സപ്ലൈ, ആ സാധനങ്ങളുടെ, സംഭരിക്കുന്ന സാധനങ്ങളുടെ സപ്ലൈ കൂടും, അല്ലേ? അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. സപ്പോർട്ട് പ്രൈസ് ഓഫ് കോക്കനട്ട്, റൈസ് തുടങ്ങിയവ, അല്ലെ? നെല്ലിന്റെയും അല്ലെങ്കിൽ അരിയുടെയും തേങ്ങയുടെയും വിലയൊക്കെ ഇതിനകത്ത് അതിന്റെ സപ്പോർട്ട് പ്രൈസ്, താങ്ങുവിലയൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്, അല്ലെ? നെല്ലിന്റെയും തേങ്ങയുടെയും താങ്ങുവിലകൾ ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാം. നമ്മൾ ഡയഗ്രത്തിലൂടെ ഇതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. സാധാരണ നേരത്തെ കാണിച്ച പോലെയുള്ള ഇക്വിലിബ്രിയം പ്രൈസ് ഇവിടെയും കാണിച്ചിട്ടുണ്ട്, അല്ലെ? EP എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പ്രൈസ്, E എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ, EQ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അഥവാ ഡിമാൻഡും സപ്ലൈയും തുല്യമാവുന്ന സന്ദർഭത്തിലെ ക്വാണ്ടിറ്റിയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ആ സന്ദർഭത്തിലെ വിലയാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഈ ഇക്വിലിബ്രിയം പ്രൈസിന് പറയുന്ന മറ്റൊരു പേരാണ് മാർക്കറ്റ് ഡിറ്റർമൈൻഡ് പ്രൈസ്, കമ്പോള വില. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. കർഷകരെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഈ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ അഥവാ മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന വില അഥവാ P1 നിശ്ചയിക്കുന്നു. അതിന്റെ റിസൾട്ട് ഒന്ന് നോക്കൂ. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അഥവാ സപ്ലൈ ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി Q4ലേക്ക് ഉയർന്നു. സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി Q4ലേക്ക് ഉയർന്നു. അത് EQയിൽ നിന്നും അഥവാ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിൽ നിന്നും Q4ലേക്ക് ഉയർന്നു. അഥവാ എക്സസ് സപ്ലൈ ആയി നടത്തും. ആ സാധനങ്ങൾ ഇഷ്ടം പോലെ ലഭ്യമാവും. പക്ഷെ അതിന്റെ ഡിമാൻഡോ, അത്തരം സാധനങ്ങൾക്ക് ഡിമാൻഡ് കുറവാണ്. കാരണം അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് കൊണ്ട് ഇത്തരം സാധനങ്ങളുടെ ഡിമാൻഡ് EQയിൽ നിന്നും അഥവാ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിൽ നിന്നും Q3യിലേക്ക് കുറഞ്ഞു. അപ്പോൾ സപ്ലൈ കൂടി എക്സസ് സപ്ലൈയിലേക്ക് നയിച്ചു, ഡിമാൻഡ് കുറഞ്ഞു. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അഥവാ എക്സസ് സപ്ലൈ കൂടി. അത് മാത്രമല്ല, അതിന്റെ ആ സാധനത്തിനുള്ള ഡിമാൻഡ് താരതമ്യേന കുറഞ്ഞു. ഇതാണ് ഇതിന്റെ റിസൾട്ട്.